എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. താൻ പീഡിപ്പിക്കപ്പെട്ടേ എന്ന് നാട് മുഴുവൻ പറഞ്ഞു നടക്കുന്ന ഒരു വനിത. ഓരോ ദിവസവും പുതിയ പുതിയ ആളുകളുടെ പേരുകളാണ് അവർ പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുകേഷിൽ തുടങ്ങിയ പേര് അവസാനം എത്തി നിൽക്കുന്നത് കലാഭവൻ മണിയിൽ. വേറെ ആരുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മിനു മുനീർ. തന്റെ ഫേസ് ബ്ലർ ചെയ്യുമെന്ന് ഒരു ചാനൽ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ചാനലിന്റെ അവതാരിക പറഞ്ഞപ്പോൾ, ആ ചാനലിലെ ചർച്ച ബഹിഷ്കരിച്ച ധീര വനിത. മുഖം കാണിക്കാനല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനിവിടെ ഇരിക്കണം എന്ന് ചോദിച്ചിട്ട് എഴുന്നേറ്റ് പോയ ധീര വനിത. ഇപ്പൊ എന്താ വിഷയം ചോദിച്ചാൽ, ദ ഫൈനൽ ന്യൂസ് എന്ന് പറഞ്ഞൊരു മീഡിയ ചാനൽ ഇവരുടെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇതൊന്നും സംസാരിക്കണമല്ലോ. കാരണം ഇവർ പറയുന്നത് സ്വയം പീഡിപ്പിക്കപ്പെട്ടു എന്ന് വളരെ സന്തോഷത്തോടെ പറയുന്ന ഒരു ലേഡി. ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്, കാണുന്നത്. സാധാരണ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നവർ വളരെ സങ്കടത്തോടെ വിഷമിച്ച് മീഡിയ ഫേസ് ചെയ്യാൻ മടിച്ച് തൻ്റെ ഫേസ് പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ, പുറം ലോകം കണ്ടു കഴിഞ്ഞാൽ അവരെങ്ങനെ തന്നെ നോക്കിക്കാണും എന്നൊക്കെ ആലോചിച്ച് പലരും മുന്നോട്ട് വരാറില്ല. പക്ഷെ ഇവിടെ ഇവർ മുഖം കാണിച്ചുകൊണ്ട് തന്നെയാണ് പല ഇൻ്റർവ്യൂവും കൊടുക്കുന്നത്. എന്നിട്ട് ഇവർ പറയുന്ന കഥകൾ ഇത് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, സ്വന്തം ഇഷ്ടപ്രകാരം ഇതിനെല്ലാം പോയി നിന്ന് കൊടുത്തിട്ട് തൻ്റെ കാര്യസാധ്യം എല്ലാം നടത്തിയിട്ട് ഒരു പരിധി കഴിയുമ്പോൾ അത് നടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷനിൽ ആരോപിക്കുന്ന ആരോപണങ്ങളുമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്കെന്തായാലും മിനു ചേച്ചിയുടെ വീഡിയോ ഒന്ന് കണ്ട് സംസാരിച്ച് പോവാം, അതാണ് നല്ലത്. ഈ കലാഭവൻ മണിക്ക് കാഴ്ചവെച്ചത് ജാഫർ ഇടുക്കിയാണ്. അതിലെന്താ? അത് ഒരു പ്രാവശ്യം വന്നിട്ട് പുള്ളിക്കാരൻ എന്ന് പറഞ്ഞു, കലാഭവൻ മണി നമുക്ക് അടുത്ത പ്രാവശ്യം സിനിമ പോകുന്നുണ്ട്, പുള്ളിക്കാരൻ്റെ പ്രോഗ്രാം എന്തോ ന്യൂയോർക്കിൽ എങ്ങാണ്ട് പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ ഞാൻ നിന്നെ പരിചയപ്പെടുത്താം. അത് ഇതിന് മുമ്പാണ്, ഈ ലണ്ടനിൽ പോകുന്ന മുമ്പാണ്. അത് കാലഘട്ടം ഏതാണ് വർഷം? 2008-നും 2012-നും ഇടയ്ക്കാണേ. കറക്റ്റായിട്ട് പറഞ്ഞിടത്ത് എല്ലാം ഓർത്തെടുക്കണം. അപ്പോൾ ഞാൻ തന്നെ വണ്ടി ഓടിച്ച്, പുള്ളി ഇപ്പുറത്തിരുന്നു, വണ്ടി ഓടിച്ച് ഞങ്ങൾ പാടിപ്പോയി, മൺചേട്ടൻ്റെ അടുത്ത് പാടിപ്പോയി. അവിടെ ചെന്നേക്കും കുറേ ആൾക്കാർ അവിടെ ഇരുന്ന് വെള്ളം അടിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ജാഫർ അവരുടെ കൂടെ പോയി വെള്ളം അടിക്കായിരുന്നു. എന്നോട് ചോദിച്ചു, നീ അടിക്കുമോ? ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നലെ ഡ്രിങ്ക്സ് അടിച്ചിട്ടില്ല, എനിക്ക് ഡ്രിങ്ക്സും വേണ്ട. എന്നാൽ നീ അവിടെ മാറിയിരുന്നു, എന്നെ അവിടെ മാറ്റിയിരുത്തി. അപ്പം മണിച്ചേട്ടൻ അവിടെ അന്നേരം ഇല്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞത്തേക്കും ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും മണിച്ചേട്ടൻ വന്നു. ഇവരാദ്യം പറയുന്നു ഇവരും ജാഫർ ഇടുക്കിയുമായിട്ട് ഈ പറയുന്ന മണിച്ചേട്ടൻ്റെ ഒരു പ്രൈവറ്റ് പ്ലേസ് ആണ് പാടി എന്ന് പറയുന്നത്. മണിച്ചേട്ടൻ്റെ വീട്ടിനടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ കുറച്ച് പേര് മദ്യപിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം ജാഫർക്ക അവിടേക്ക് ചെന്നു, ഇവരുടെ കൂട്ടത്തിൽ കൂടാൻ പോയി. അതിനുശേഷം ഇവരോട് വന്നിട്ട് കഴിക്കുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇവർ അയ്യോ എനിക്ക് വേണ്ട, ഞാൻ ഉപയോഗിക്കാറില്ലെന്ന് പറഞ്ഞ് ഓക്കെ ഫൈൻ അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് ജാഫർക്ക് പോയി. അവിടെ വരെ ഓക്കെ ആണേ, നമുക്ക് ബാക്കി കേൾക്കാം. ആ സമയത്ത് മണിച്ചേട്ടൻ അവിടെ ഇല്ല. ഇനി മണിച്ചേട്ടൻ വന്നതിന് ശേഷം എന്താ നടക്കുന്നത്? ഇവിടെ ഇവർ പറയുന്ന ഒരു വാക്കെന്ന് പറഞ്ഞാൽ, മണിച്ചേട്ടനെ മുന്നിൽ ജാഫർക്ക് ഇവരെ കാഴ്ചവെച്ചു. എന്തോന്നല്ലേ ഇത്, കാഴ്ച ദ്രവ്യോ? അല്ല, എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഈ പഴക്കൊല കാഴ്ചവെച്ചു, ഈ അമ്പലങ്ങളിലൊക്കെ കാഴ്ചദ്രവ്യങ്ങൾ വയ്ക്കുമല്ലോ, പഴക്കൊല, ശർക്കര, തേങ്ങ എന്ന് പറഞ്ഞ പോലെയാണ് കാഴ്ചവെച്ചെന്നാണ് പറഞ്ഞത്. അവിടെ മണിച്ചേട്ടൻ എന്താ ചെയ്തതെന്ന് നമ്മളൊന്ന് കേൾക്കണം. ഇവർ ഈ പറഞ്ഞ വാക്കുകൾ പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് ഏത് ലെവലിലാണ് ഇവർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പീഡനം എന്ന് പറഞ്ഞ വാക്ക് പോലും ഇപ്പോൾ നാണിച്ചു പോകുന്നുണ്ടാവും ഇവരുടെയൊക്കെ സംസാരം കേൾക്കുമ്പോൾ. കേട്ട് നോക്കാം നമുക്ക്. മണിച്ചേട്ടൻ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നു, എന്താ പേര് എന്നൊക്കെ ചോദിച്ച് പരിചയപ്പെട്ടു കഴിഞ്ഞിട്ട് പറയുമ്പോൾ നമുക്ക് അകത്തോട്ടിരിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇവിടെ നിന്ന് സംസാരിച്ച പോരെ, നമുക്കൊന്ന് കൂടാന്നേ ബാ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ പൊന്നു ചേച്ചി, മണിച്ചേട്ടൻ നിങ്ങളെ കൂടാന്ന് വിളിച്ചത് തൊട്ട് മുന്നേ ജാഫർക്ക് വന്ന് വിളിച്ചില്ലേ? അതായത് കഴിക്കുമോ കഴിക്കില്ലയോ, അപ്പോൾ നിങ്ങൾ കഴിക്കില്ല എന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ വിട്ടു എന്ന് പറഞ്ഞ പോലെ ഭാഗത്തിരിക്കാം, നമുക്ക് കൂടെ ഒരുമിച്ചിരിക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളി വിളിച്ചത് ആയിരിക്കാം. ഞാൻ ആയിരിക്കുമെന്ന് പറയുന്നില്ല, ആയിരിക്കാം. അതല്ലാണ്ട് ഇതൊക്കെ എന്താ ഞാൻ പറയേണ്ടത്? ഇനി ഇവർ പറയുന്നത് തെറ്റാണ് എന്ന് പ്രൂവ് ചെയ്യുന്നത് അവർ തന്നെയാണ്. നമുക്ക് നോക്കാം. പ്രോഗ്രാമിന് പരിചയപ്പെടേണ്ട വന്ന പ്രോഗ്രാമിന് കൊണ്ടുപോകുന്ന കാര്യത്തിൽ എന്നൊക്കെ പറഞ്ഞു. അപ്പം പേഴ്സണലായിട്ട് പരിചയപ്പെടുന്നില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല പ്ലീസ്, ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കരുത്, എനിക്ക് അങ്ങനെയൊന്നും സാധിക്കത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ ശരി വിട്ടു എന്ന് പറഞ്ഞു. ശരി എന്നാൽ. അപ്പോൾ പുള്ളിക്കാരൻ്റെ മുഖമൊക്കെ പോയി. എന്നെ പെട്ടെന്ന് ബുള്ളറ്റേൽ പുള്ളി എനിക്ക് റൂട്ട് അറിയത്തില്ലല്ലോ, ഇങ്ങോട്ടെത്തപ്പോൾ ജാഫർ കാണിച്ചു തന്നു. അങ്ങോട്ടേപ്പോൾ ഇങ്ങനെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ കടകടാന്ന് ഓടിച്ച് ആ മെയിൻ റോഡിൽ എന്നെ കയറ്റി വിട്ടു. പൊക്കോളാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് പോന്നു. അതായത് പേഴ്സണലായിട്ട് പരിചയപ്പെടാൻ വിളിച്ചപ്പോൾ പുള്ളിക്കാരി ചെല്ലാത്തിൻ്റെ പേരിൽ മുഖം മാറിയ മണിച്ചേട്ടൻ ഇവരെ തിരിച്ചു കൊണ്ടുവിടാൻ വേണ്ടി വണ്ടിയിൽ അദ്ദേഹത്തിൻ്റെ ബുള്ളറ്റിൽ കുട്ടുകുട്ടുകുടാന്ന് കൊണ്ടാക്കി. നമുക്കൊരാളൊരു ദേഷ്യം വന്നാൽ അവരെങ്ങനെയെങ്കിലും പൊക്കോട്ടെ എന്നല്ലേ വിചാരിക്കുള്ളൂ? അതോ ഇനി നാട്ടുകാർ പറയുന്ന പോലെ മനുഷ്യട്ട് അത്രയും വിശാല മനസ്കനായതുകൊണ്ട് ഇവരെ കൊണ്ടുവിട്ടതാണോ? ആവാൻ ഒരു വഴിയില്ല. ദേഷ്യം വന്നാൽ ശരി എന്നാ മിനു പൊക്കോ എന്ന് പറഞ്ഞ് വിടുന്നത് വരെ ഓക്കെ. അതല്ലാണ്ട് ഇവർക്ക് വഴികാട്ടിയായിട്ട് മുന്നേ വണ്ടി ഓടിച്ചു പോയി, ഇവർ പുറകെ വണ്ടി ഓടിച്ചു അവരുടെ വണ്ടിയിൽ പോയി. ചേച്ചി പറയുമ്പോൾ ഒരല്പം ഇള്ളൂളം ആൾക്കാർ ദഹിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ നന്നായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ വന്നിട്ട് അരുൺകുമാർ വലിച്ചു കയറി ഒട്ടിച്ചതാണ്. ആ കേസ് വരുന്നുണ്ട്, അത് പിന്നാലെ വരുന്നുണ്ട് ഇതിനകത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഡയറക്ടറും നടനൊക്കെ ആയ ബാലേന്ദ്ര മേനോൻ സാറിനെതിരായിട്ട് ഒരു ആരോപണം കൊണ്ടുവന്നു. അത് ഗുരുതരമായ ആരോപണമാണ്.
മനുഷ്യരായിട്ടുള്ള ഒരാൾ നേരിടേണ്ടി വന്നിട്ടില്ലാത്തൊരു തരം ആരോപണമാണ് അത്. ഞാനത് പറയുന്നില്ല. അദ്ദേഹം അതിനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ഇപ്പോൾ ഇവിടെ മരിച്ചുപോയ ഒരാളെ പോലും അവർ വെറുതെ വിടുന്നില്ല. ഇനി ബാക്കി കേൾക്കാം. അതിനുശേഷം ശുദ്ധരിൽ ശുദ്ധൻ എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടാണ് എന്നെ ഡയറക്ടർ എടുത്തത്. ഞാൻ അവിടെ പോയി 3 ദിവസം അഭിനയിക്കുകയും ചെയ്തപ്പോഴത്തേക്ക് മണിച്ചേട്ടൻ പറഞ്ഞു മിന്നുനെ വേണ്ട, പറഞ്ഞു വിടാൻ പറഞ്ഞു. അങ്ങനെ സോന നായരനെയോ ഗീതാ വിജയനെയോ അങ്ങനെ അവരെ എടുത്തിട്ട് എന്നെ പറഞ്ഞു വിട്ടു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇവരെ വേണ്ട എന്ന് പറഞ്ഞു വിട്ടിട്ട് മറ്റ് 2 നടിമാരുടെ പേര് ഇവർ പറയുന്നുണ്ട്. അതിനർത്ഥം ഇവർ ആരോപിക്കുന്നത് ആ 2 നടിമാരും മണിച്ചേട്ടൻ നേരത്തെ ചോദിച്ച ആ രീതിക്ക് പോയി പേഴ്സണലി പരിചയപ്പെട്ടിട്ടാണോ ആ സിനിമയിൽ അഭിനയിക്കാൻ പോയത്? ഇവർ പറയുന്ന രീതി വെച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ടി വരും. ഈ പറയുന്ന നടിമാർക്കെതിരെയും ഇവർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ശരിയല്ലേ? ഞാൻ പെർഫെക്റ്റ് ആയതുകൊണ്ട് ഞാനതിന് തയ്യാറായില്ല. പക്ഷേ മറ്റ് 2 നടിമാരിൽ ആരോ ഒരാൾ അവിടെ അഭിനയിച്ചു എന്ന് പറയുമ്പോൾ ആ 2 നടിമാരിൽ ഒരാൾ ഈ പറഞ്ഞ പോലെ പേഴ്സണലായിട്ട് പരിചയപ്പെട്ടിട്ടാണ് അതിൽ അഭിനയിച്ചത് എന്നല്ലേ അതിനർത്ഥം? ആലോചിക്കുക. അതിലുപരി ഇവർ പെർഫെക്റ്റ് ആണെന്ന് അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്ക് ബാക്കിയൊന്ന് കേട്ട് നോക്കാം. അതിലൊന്നും ഞാനൊന്നും റിയാക്ട് ചെയ്തില്ല, ഞാനങ്ങ് പോന്നു. പിന്നെ ഒരിക്കൽ പെട്ടെന്നൊരു സ്റ്റേജ് ഷോ ബോംബെയിൽ, അതായത് കലാഭവൻ മണി നയിക്കുന്ന സ്റ്റേജ് ഷോ. അതിനകത്ത് ഞാൻ ദേവാനന്ദൻ്റെ കൂടെ എന്താണെന്ന് എന്നോടൊന്നും ആ പാട്ടുണ്ടായിരുന്നു. പിന്നെ മണിച്ചേട്ടൻ്റെ കൂടെ സോന സോന അതുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു. ഹനയല്ല ചേച്ചി, ഘനശ്യാമ അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, ഞങ്ങളോട് അപ്പം എന്തുമാത്രം പ്രാക്ടീസ് ചെയ്തതാണ് നമ്മൾ. അതിനൊക്കെ വേണ്ടി ഞാൻ അവിടെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞത്തേക്കും മണിച്ചേട്ടനെ കണ്ടിട്ട് പറഞ്ഞു, ആദ്യമേ തന്നെ ദേവാനന്ദനോട് പാടിയത് മണിച്ചേട്ടൻ കണ്ടില്ല, അറിഞ്ഞില്ല. അതുകൊണ്ട് അല്ലേ, എനിക്കൊരു സംശയം. മണിച്ചേട്ടൻ കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാം അല്ലെങ്കിൽ മണിച്ചേട്ടൻ്റെ നേതൃത്വത്തിൽ പോകുന്നൊരു പ്രോഗ്രാം, അതിൽ ആരൊക്കെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് മണിച്ചേട്ടൻ അറിയില്ലേ? ഇവിടുന്ന് പുറത്തു പോകുന്നൊരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ പെർഫോമൻസസ് ആരൊക്കെയാണെന്ന് മണിച്ചേട്ടൻ അറിയില്ലേ? ആരുടെയൊക്കെ പെർഫോമൻസസ് ആണ് ഉള്ളതെന്ന് മണിച്ചേട്ടൻ അറിയില്ലേ? അപ്പോൾ ദേവാനന്ദൻ്റെ കൂടെ പാടിയത് മണിച്ചേട്ടൻ കണ്ടില്ല, അറിഞ്ഞില്ല. അതിനുശേഷം വന്ന 2 പ്രോഗ്രാം, മണിച്ചേട്ടനോടുള്ള പാട്ടും ആ ഹനശ്യാമ ഡാൻസും ഇവരെ കൊണ്ട് കളിക്കാൻ മണിച്ചേട്ടൻ സമ്മതിച്ചില്ലെന്നാണ് പറയുന്നത്. നമുക്കതൊന്ന് കേട്ട് നോക്കാം. ദേവാനന്ദൻ്റെ കൂടെ പാടി. അത് കഴിഞ്ഞിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു സോന ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അത് കട്ട് ചെയ്തു. എൻ്റെ ഡാൻസും കട്ട് ചെയ്തു. ഒന്നും ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞത് എന്ത് പറ്റി? അങ്ങനെ എന്നെ ഇതാക്കി. എനിക്കങ്ങ് സങ്കടം വന്നിട്ടൊന്നും വേല, ഭയങ്കര വിഷമമായി. ഞാൻ എന്നിട്ട് അപ്പം തന്നെ എന്തുകൊണ്ട് ഇരട്ടി കാശ് ഫ്ലൈറ്റിന് കൊടുത്ത് എൻ്റെ സ്വന്തം പൈസ എടുത്ത് ഞാൻ നാട്ടിലോട്ട് തിരിച്ചു പോന്നു. ഇരട്ടി കാശോ? സ്പോട്ടിലൊക്കെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്കറിയില്ല കേട്ടോ. നമ്മളൊക്കെ 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസം മുന്നേക്കാണ് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്പോട്ടിൽ ബുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇരട്ടി കാശ് കൊടുക്കേണ്ടി വരുമായിരിക്കും. കയ്യിൽ നിന്ന് കൊടുത്തിട്ട് പെട്ടെന്ന് അങ്ങ് പോന്നു. പിന്നെ അവിടെ നിന്നില്ല, എനിക്കവിടെ നിൽക്കാൻ തോന്നിയില്ല, ഞാൻ പെട്ടെന്ന് പോന്നു. പിന്നീട് കാണുന്ന പുള്ളിക്കാരനെ കാണുന്ന ഇലഞ്ഞിക്കാവ് എന്ന PO സിനിമയിൽ പുള്ളിക്കാരനുണ്ട്. അന്ന് ഞാൻ എൻ്റെ റൂമിലും പുള്ളി വന്ന് റൂമിൽ കെട്ടി. അപ്പോഴത്തേക്ക് എനിക്ക് സങ്കടമൊക്കെ ഉണ്ട്, നല്ല സങ്കടം, ഒരുപാട് പ്രാഗമൊക്കെ ചെയ്താണ് ഞാൻ. അപ്പോൾ പുള്ളിക്കാരൻ കയറി വന്ന ഉടനെ അങ്ങ് പൊട്ടി കരച്ചിൽ, ഭയങ്കര കരച്ചിൽ. ഞാനിങ്ങനെ ഇരിക്കുക, പുള്ളി ഇവിടെ ഇരുന്നിട്ട് എൻ്റെ കാലെടുത്ത് പുള്ളിയുടെ മടിയിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചേക്കുക. ഞാനൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇപ്പം ഇങ്ങനെ ഞാൻ വിചാരിച്ചു ഇനി ആക്ടേഴ്സ് അല്ലേ, ഇനി അഭിനയിച്ച് കരയുന്നതാണോ? ഞാൻ ശരിക്കും ഇങ്ങനെ നോക്കിയപ്പോൾ കുടുകുടാന്ന് കണ്ണുനീര് വരുന്നു. ഞാൻ പറഞ്ഞില്ല മണിച്ചേട്ടൻ വിട്, മണിച്ചേട്ടൻ വിട്, എൻ്റെ കാലിൽ നിന്ന് വിട്, ക്ഷമിച്ച് കാലിൽ നിന്ന് വിട്, ഞാൻ അൺകംഫർട്ടബിളായി, എപ്പോഴെങ്കിലും വീഴാം. അപ്പോൾ പുള്ളി പറഞ്ഞില്ല, ഞാനതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. അയ്യോ ഞാൻ എന്തോ ചെയ്തേനെ, അങ്ങനെ കുറേ കരഞ്ഞ് പറഞ്ഞു. പുള്ളിക്കാരൻ ഡ്രിങ്ക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി എന്തായാലും നന്നായിട്ട് ഇവിടെ അഭിനയിക്കുന്നുണ്ട്. ഓരോരുത്തരും ചെയ്ത കാര്യങ്ങൾ. ഇപ്പോൾ മണിച്ചേട്ടൻ ആദ്യം മറ്റേ അകത്തിരുന്ന് പേഴ്സണലി പരിചയപ്പെടുന്നില്ലെന്ന് ചോദിച്ച കാര്യം വരെ അഭിനയിച്ച് കാണിച്ചു. ഇപ്പോൾ ഇവിടെ മണിച്ചേട്ടൻ കരയുന്നത് കാണിക്കുന്നു. വണ്ടി ഓടിക്കുന്ന സൗണ്ട് വരെ കേട്ട് കടകടകടാന്ന് വണ്ടി ഓടിച്ച് വന്നാൽ അതും അഭിനയിച്ച് കാണിച്ചു. ഇവിടെ മണിച്ചേട്ടൻ കാല് പിടിച്ചിട്ട് ക്ഷമ ചോദിച്ചു. അതിനുശേഷം പാട്ട് വരെ പാടിക്കൊടുത്തു. ഏത് പാട്ടെന്ന് കേൾക്കണ്ടേ? കേൾക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു, അയ്യോ ഒന്ന് നിർത്താവോ, കരച്ചിലൊന്ന് നിർത്ത് പ്ലീസ് പറഞ്ഞപ്പോൾ പരസ്യം നിർത്തി. എന്നിട്ട് പറഞ്ഞു ഇല്ല അതുകൊണ്ട് ക്ഷമിച്ചോ. ഞാൻ പറഞ്ഞു ക്ഷമിച്ചു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ മിന്നാ മീനിങ് ആ പാട്ടൊക്കെ പുള്ളി എനിക്ക് കൊണ്ട് പാടുകയൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ ഐ എം ഓക്കെ. അപ്പോൾ ഇനി പിണക്കമൊന്നും ഇല്ലല്ലോ? ഞാൻ പറഞ്ഞു ഇല്ല, പിണക്കമൊന്നുമില്ല. അങ്ങനെയാണ് പുള്ളിനെ ലാസ്റ്റ് കാണുന്നത്. ഇപ്പോൾ ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിന് ഭാര്യയും മകളുണ്ട്, അവർക്കത് വിഷമാകും എന്നുള്ളൊരു ചിന്തയിൽ എത്ര അങ്ങനെ ഒരു ചിന്തയുണ്ട്? അല്ല, പുള്ളിക്കാരൻ ഒരുപാട് കേസുകളും അതൊക്കെ അവർക്ക് അറിയാമെന്ന് കാണുമായിരിക്കും. ഓൾറെഡി പുള്ളി ഒത്തിരി കേസുകെട്ടുകളുണ്ടല്ലോ. അപ്പം പുള്ളി തന്നെ ഒരുപാട് പേരെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് വേറെ അറിയാം, പെൺകുട്ടികളുടെ കാര്യത്തിലൊക്കെ. അപ്പോൾ ഞാൻ പറയട്ടെ, ഉപ്പ് തിന്നുന്നവൻ എല്ലാവരും വെള്ളം കുടിക്കും. ഉളുപ്പുണ്ടോ? നിങ്ങൾ ഇവിടെ ഇരുന്ന് ഇത്രയും ആഘോഷമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, ആ അമ്മയുടെയും മകളുടെയും അവസ്ഥ എന്താകും? ഒരു നിമിഷം ആലോചിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് ഒരുപാട് കേസുകെട്ടുകളുണ്ടല്ലോ, അതെല്ലാം അവർക്ക് അറിയാമായിരിക്കുമല്ലോ. എനിക്ക് തോന്നുന്നത് മലയാള സിനിമയിൽ ഇവരെ പരിചയപ്പെടാത്തവരായിട്ട്, പേഴ്സണലി പരിചയപ്പെടാത്തവരായിട്ട് ആരുമില്ലെന്ന് തോന്നുന്നു. അല്ല, അമ്മയുടെ സംസാരം അങ്ങനെയാണ്. മലയാള സിനിമയിൽ ആരൊക്കെ ഉണ്ടോ, ഭാഗ്യം നസീർ സാറിൻ്റെയും സത്യ സാറിൻ്റെയും കാലത്ത് ഇവർ സിനിമയിൽ വരാത്തത്. ഇല്ലെങ്കിൽ അവരുടെ പേര് വരെ വലിച്ചിട്ടേനെ.
ഞാൻ പറയട്ടെ, ഉപ്പ് തിന്നുന്നവൻ എല്ലാവരും വെള്ളം കുടിക്കും. അതുപോലെ തന്നെ സത്യം നമുക്ക് ഒരുപാട് നേരം ഒളിച്ചു വെക്കാൻ പറ്റത്തില്ല. അതെങ്ങനെയെങ്കിലും ആരായാലും, ഞാൻ തന്നെ ആയാലും അത് പുറത്തു വരും. അതെ, വരാൻ പോവാ. അറിഞ്ഞില്ലേ കേസ് കൊടുത്തിട്ടുള്ളത്? എല്ലാം പുറത്തു വരും, വരാൻ പോകുന്നേ ഉള്ളൂ. വടി വെട്ടാൻ പോയിട്ടില്ലേ ഉള്ളൂ, വടി തുടങ്ങിയിട്ടില്ലല്ലോ, വരും, കാത്തിരുന്നോ. കുട്ടികളുടെ കാര്യത്തിലായാലും പുറത്തു വരും. ഉപ്പ് തിന്നുന്നവൻ ആരായാലും വെള്ളം കുടിക്കും. റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാറിനെതിരെ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു, അത് കൊടുത്തിരുന്നോ? അത് കൊടുക്കാനുള്ള പരിപാടി തീർച്ചയായിട്ടും. അങ്ങനെയൊന്നും ഇപ്പം എന്നോട് ഇങ്ങനെ ആ ക്വസ്റ്റ്യൻ ചോദിച്ചു, വേറൊരു കുട്ടിയാണെങ്കിൽ ഈ മുട്ട ഇങ്ങനെ തന്നെ ചോദിക്കുകയല്ലേ. ഇവരുടെ മടിയിലിട്ട അരുണിന് പേരിട്ടത് മൊട്ട എന്ന്. ഇവരുടെ മറ്റേ അരുണ് കുട്ടിക്കാലത്ത് അരുണിൻ്റെ പാരൻസ് ഇവരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് എൻ്റെ മകനൊന്ന് പേരിടോ എന്നും പറഞ്ഞ് ചെന്നിരുന്നു. എന്നിട്ട് ഇവർ കയ്യിൽ മേടിച്ചിട്ട് ചെവിയിൽ 3 പ്രാവശ്യം പേര് പറഞ്ഞു മൊട്ട 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 എന്ന് പറഞ്ഞിട്ട് പേരിട്ടതാണ് അരുണിന് മൊട്ട എന്ന്. അതുകൊണ്ടാണ് ഇത്ര ഫ്രീഡത്തോടെ വിളിക്കുന്നത്. ഇവർക്ക് എന്ത് തോന്നിവാസം ആരെക്കുറിച്ചും പറയാം അല്ലേ? അവരെ അങ്ങനെ പബ്ലിക് ചാനലിൽ ട്രയൽ പാടില്ല, മീഡിയയിലൊന്ന് പ്രത്യേകിച്ച് കോടതിയിൽ നിന്ന് ഉത്തരവുണ്ട്. അപ്പോൾ ഈ അരുൺ മൊട്ട എങ്ങനെയൊക്കെ കിടന്ന് ചോദിച്ചാൽ അത് ഇച്ചിരി ഓവർ സ്മാർട്ടല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അയാൾക്കെതിരെ നടപടി എടുക്കണം. ഞാൻ അതിന് കംപ്ലയിൻറ്റ് കൊടുക്കുകയും ചെയ്യും. കാരണം നാളെ വേറൊരു കുട്ടികളോട് ഇങ്ങനെയൊന്നും ചോദിക്കരുത്. അല്ല മാഡം, നിങ്ങൾ പറയുന്നത് മാത്രം തൊണ്ടതൊടാതെ വിഴുങ്ങാൻ വേണ്ടിയാണോ നിങ്ങളെ മീഡിയയിൽ വിളിക്കുന്നത്? ആണോ? അല്ല, അരുൺ ചോദിച്ച ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി ഇല്ലാതായി പോയി. അതിന് അരുണിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, മനസ്സിലായില്ലേ? നിങ്ങൾ കേസ് കൊടുത്ത് നോക്ക്, എന്താ വരുന്നത് കാണാം. കൊടുക്കണം. അരുൺകുമാറിനോട് നീരസം പ്രകടിപ്പിച്ചിരുന്നോ നേരിട്ട്? ഞാൻ പറഞ്ഞു, നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. നിങ്ങൾ ആരാ, അഡ്വക്കേറ്റോ അതോ കോടതി ജഡ്ജോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എങ്ങനെ പറഞ്ഞു? നേരിട്ട് പറഞ്ഞോ? നേരിട്ട് പറയാൻ പേടി. എങ്ങനെ പറഞ്ഞു കേൾക്കാം. മെസ്സേജ് ഇട്ടിട്ടുണ്ട്. മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ആയ്മ മുകേഷ് ചേട്ടൻ്റെ മെസ്സേജ് നമ്മൾ കുറേ കണ്ടതാണ്. ഏതാ മറ്റേ ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ മെസ്സേജുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ അരുൺകുമാറിന് മെസ്സേജ് ഇട്ടതിൻ്റെ കൂട്ടത്തിൽ അതൊക്കെ ഉണ്ടോ നമുക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ അരുണിന് മെസ്സേജ് ഇട്ടിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എനിവേ, അപ്പോൾ ഇവരൊക്കെയാണ് ഈ പറയുന്ന കഥകളുമായിട്ട് വന്നേക്കുന്നത്. ഇവർ എല്ലാം പൊളിഞ്ഞു എന്നുള്ളതാണ്. കൊണ്ടുവന്ന കഥകളെല്ലാം പൊളിഞ്ഞു. ആക്ടർ മുകേഷിനെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് കോടതി ജാമ്യം കൊടുത്തത് എന്തുകൊണ്ടാണ്? ആക്ടർ മുകേഷിന് മുൻകൂർ ജാമ്യം കൊടുത്തത് ഇവർ പറയുന്ന ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് മനസ്സിലായിട്ട്, അല്ലെങ്കിൽ കൺസേണോട് കൂടി പോയി എല്ലാം നിന്ന് കൊടുത്തിട്ട് പിന്നെ വന്ന് പീഡിപ്പിച്ചു എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണ് ഉള്ളത്? പീഡിപ്പിച്ച ആളോട് പിന്നെ കാശ് ചോദിക്കുക, എന്നിട്ട് എന്താ പറയുന്നത്? അയാൾ എന്നെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചതല്ലേ, എൻ്റെ മോൾക്ക് ഫീസ് അടയ്ക്കാൻ കാശ് തന്നില്ല, അത്രയ്ക്ക് ക്രൂരനല്ലേ അയാൾ? എന്ത് സ്ത്രീയാണ് ഇവർ? എനിക്ക് അറിയാത്തത് ഞാൻ ചോദിക്കുക, എന്ത് സ്ത്രീയാണ്? ഇവരൊക്കെയാണോ ഈ മറ്റു പെൺകുട്ടികൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്നത്? എൻ്റെ പൊന്ന് പിള്ളേരെ, നിങ്ങൾ ഇവരെ വിശ്വസിച്ച് ഇവരുടെ പിന്നാലെ പോയിട്ട് കേസ് കൊടുക്കുകയാണെങ്കിൽ, ഇവരെ ഒപ്പം നിന്ന് കേസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ പെട്ടുപോകും. എനിക്കതേ പറയാനുള്ളൂ. എനിവേ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ എഴുതിക്കോ, ഞാൻ വായിച്ചോളാം. താങ്ക് യു.